بسم الله الرحمن الرحيم كتب عليه أنه من تولاه فأنه يضله ويهديه إلى عذاب السعير. ചെകുത്താന്റെ കാര്യത്തിൽ രേഖപ്പെടുത്തിയതിങ്ങനെയാണ്: ആർ ചെകുത്താനെ മിത്രമായി സ്വീകരിക്കുന്നുവോ അയാളെ അവൻ പിഴപ്പിക്കും, നരകശിക്ഷയിലേക്ക് നയിക്കുകയും ചെയ്യും. يا أيها الناس إن كنتم في ريب من البعث فإنا خلقناكم من تراب ثم من نطفة ثم من علقة ثم من مضغة مخلقة وغير مخلقة لنبين لكم ونقر في الأرحام ما نشاء إلى أجل مسمى ثم نخرجكم طفلا ثم لتبلغوا أشدكم ومنكم من يتوفى ومنكم من يرد إلى أرذل العمر لكي لا يعلم من بعد علم شيئا وترى الأرض هامدة فإذا أنزلنا عليها الماء اهتزت وربت من كل زوج بهيج. മനുഷ്യരെ, ഉയിർത്തെഴുന്നേൽപ്പിനെപ്പറ്റി നിങ്ങൾ സംശയത്തിലാണെങ്കിൽ ഒന്നോർത്തു നോക്കൂ. തീർച്ചയായും ആദിയിൽ നാം നിങ്ങളെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്, പിന്നെ ബീജത്തിൽ നിന്ന്, പിന്നെ ഭ്രൂണത്തിൽ നിന്ന്, പിന്നെ രൂപമണിഞ്ഞതും അല്ലാത്തതുമായ മാംസപിണ്ഡത്തിൽ നിന്ന്. നാം ഇത് വിവരിക്കുന്നത് നിങ്ങൾക്ക് കാര്യം വ്യക്തമാക്കിത്തരാനാണ്. നാം ഇച്ഛിക്കുന്നതിനെ ഒരു നിശ്ചിത അവധി വരെ ഗർഭാശയത്തിൽ സൂക്ഷിക്കുന്നു. പിന്നെ നിങ്ങളെ നാം ശിശുക്കളായി പുറത്തു കൊണ്ടുവരുന്നു. പിന്നീട് നിങ്ങൾ യൗവനം പ്രാപിക്കും വരെ നിങ്ങളെ വളർത്തുന്നു. നിങ്ങളിൽ ചിലരെ നേരത്തെ തന്നെ തിരിച്ചു വിളിക്കുന്നു. എല്ലാം അറിയാവുന്ന അവസ്ഥയ്ക്ക് ശേഷം ഒന്നും അറിയാത്ത സ്ഥിതിയിലെത്തുമാറ് അവശമായ പ്രായാധിക്യത്തിലേക്ക് തള്ളപ്പെടുന്നവരും നിങ്ങളിലുണ്ട്. ഭൂമി വരണ്ട് ചത്തു കിടക്കുന്നത് നിനക്ക് കാണാം. പിന്നെ നാം അതിൽ മഴ വീഴ്ത്തിയാൽ അത് തുടിക്കുകയും വികസിക്കുകയും ചെയ്യുന്നു. കൗതുകമുണർത്തുന്ന സകലയിനം ചെടികളെയും മുളപ്പിക്കുന്നു.